കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇനി മുമ്പോട്ടുള്ള ജീവിതം? യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരും. നിങ്ങളുടെ പാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുക കേട്ടോ. നല്ലത് വരും എന്ന് വിശ്വസിക്കുമ്പോൾ നല്ലത് വരും. പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത്. അതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. എല്ലായ്പ്പോഴും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ ഭാരം പിന്നെയും നമ്മൾ മനസ്സിൽ ചുമന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് വിട്ടുകളയണം കേട്ടോ. അപ്പോ ഇനി രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ്. ശരിക്കുള്ള മെസ്സേജ് തരണേ. ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് റീകൺസൈൽ ആയിട്ട് വന്നേക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് എന്തോ ഒരു പ്രശ്നം കൊണ്ട് രണ്ടുപേരും അകന്ന് ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾ തമ്മില്. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, വളരെ നല്ല കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് എന്തോ പ്രശ്നം വന്നത് കൊണ്ട് രണ്ടുപേരും തമ്മിൽ അകന്നിരുന്നു. പക്ഷെ അതൊരു റീകൺസിലിയേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നുണ്ട്. മനസ്സിലായി? ഈ റിലേഷൻഷിപ്പ് ഒരു കോ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ കൂടുതൽ പൊസസീവ്നെസ്സും കൂടുതൽ അസൂയ, സംശയം എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ ഒരാളെ അള്ളിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഉടുമ്പ് പിടിച്ച പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. കുറച്ച് ഫ്രീഡം കൊടുക്കണം മറ്റേ ആൾക്ക്. മറ്റേ ആളെ ആവശ്യമില്ലാതെ സംശയിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊരു റീകൺസിലിയേഷനിലേക്ക് വരുമ്പോൾ പാസ്റ്റില് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകരുത്. അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അത് അവിടെ വിട്ടേക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ മറന്നേക്കുക. മനസ്സിലായോ? ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട. നമ്മൾ നേരത്തെ നമ്മുടെ ബന്ധത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഓർത്തോണ്ടിരിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഈ റീകൺസിലിയേഷനിലെ കാര്യമില്ല, അത് വെറുതെ വേസ്റ്റ് ആണ്. അതുകൊണ്ട്